ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു ദി ഹിസ്റ്ററി ക്ലാസ്. നാഷണലിസം ഇന്ത്യ എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ അവസാനത്തെ ടോപ്പിക്കായിരുന്നു പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. ഇനി നമുക്ക് ഈ CDMനെ കുറിച്ച് അവസാനം ചർച്ച ചെയ്യുന്ന ടോപ്പിക്കാണ് വൈ ഡിഡ് CDM ഫെയിൽ ഓർ വൈ ഡിഡ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഫെയിൽ. ഇത് CBSE മറ്റൊരു രീതിയിൽ ചോദിക്കാറുണ്ട്, വാട്ട് വർ ദ ലിമിറ്റേഷൻസ് ഓഫ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. ഞാൻ ഇവിടെ ചുരുക്കിയ CDM എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം, ഇത് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആണ്. അപ്പോൾ ഇതൊരു 5 പോയിന്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ടോപ്പിക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടൊക്കെയാണ് CDM ഫെയിൽ ആയതെന്നുള്ളത്. ഫസ്റ്റ് റീസൺ, ഫോർ എ ലോങ് ടൈം ദ കോൺഗ്രസ് ഹാഡ് ഇഗ്നോർഡ് ദളിറ്റ്സ്. അപ്പോൾ ഈ കോൺഗ്രസ് എന്നൊക്കറിയാം, ആ സമയത്ത് നമ്മുടെ ഫ്രീഡത്തിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തൊരു അസോസിയേഷൻ അല്ലെങ്കിൽ പാർട്ടി ആയിരുന്നു കോൺഗ്രസ്. ബട്ട് ബിക്കോസ് ഓഫ് ദ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഫോർ എ ലോങ് ടൈം ദിസ് പാർട്ടി ഇഗ്നോർഡ് ദളിറ്റ്സ്. ദളിറ്റ്സിനെ അവർ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തിരുന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. സോ നമുക്കറിയാം, ഒരു ഇഗ്നോർ ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു സൊസൈറ്റി അവിടെ നിന്ന് ഇതിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കും. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ അഫക്റ്റ് സച്ച് എ ബിഗ് മൂവ്മെന്റ് CDM. സോ ഇനി ഫസ്റ്റ് റീസൺ, കോൺഗ്രസ് പാർട്ടി ഹാഡ് ഇഗ്നോർഡ് ദളിറ്റ്സ്. ഇനി സെക്കൻഡ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് മറ്റു ഒരു കാര്യം കൂടെ പഠിക്കാൻ വരുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, അംബേദ്കർ ഡിമാൻഡഡ് what he demanded a separate electorate for Dalits and he formed depressed class association. ഈ സമയത്ത് അംബേദ്കർ ഡിമാൻഡ് ഒരു കാര്യമായിരുന്നു, he wanted a separate electorate for Dalits. അതായത് ഇവർക്ക് മാത്രം വോട്ട് ചെയ്യാനായിട്ട്, ദളിറ്റ്സിന് മാത്രം അല്ലെങ്കിൽ ഈ ലോ കാസ്റ്റ് പീപ്പിളിന് മാത്രമായിട്ട് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ക്ലാസ്സിന് മാത്രമായിട്ട് ഒരു ഇലക്ട്രേറ്റ് വേണമെന്ന് അദ്ദേഹം ഡിമാൻഡ് ചെയ്തു. ആൻഡ് ഫോർ ദെയർ വെൽഫെയർ ഹി ഫോം ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ ആൾസോ. ഈ ഡിപ്രസ് ക്ലാസ്സിന് അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ് പോലുള്ള ആളുകളുടെ വെൽഫെയറിന് വേണ്ടി അദ്ദേഹം ഒരു അസോസിയേഷനും ഫോം ചെയ്തു. അതാണ് ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ. ഇനി ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സെക്കൻഡ് പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഡിമാൻഡ് കൊണ്ട് ബിറ്റ്വീൻ ഗാന്ധിയും അംബേദ്കറും തമ്മിൽ ഒരുപാട് ചില ഐഡിയോളജിക്കൽ ക്ലാഷ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കാണിക്കുന്ന പോയിന്റ് തേർഡ് പോയിന്റ് അല്ല, ഈ സെക്കൻഡ് പോയിന്റിന്റെ എക്സ്പ്ലനേഷനാണ്. സോ നമ്മൾ പറഞ്ഞു, അംബേദ്കർ ഇങ്ങനെ ഒരു സംഭവം ഡിമാൻഡ് ചെയ്തു, സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. പിന്നെ എന്തുണ്ടായി? വെൻ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൺസിഡർഡ് അംബേദ്കർസ് ഡിമാൻഡ്, ഗാന്ധിജി ബിഗാൻ എ ഫാസ്റ്റ് അൺ ടു ഡെത്ത്. ഹി ബിലീവ് ദാറ്റ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ ദളിറ്റ്സ് വുഡ് സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് ദെയർ ഇന്റഗ്രേഷൻ ഇൻ ടു സൊസൈറ്റി. സോ പിന്നെ ഉണ്ടായത്, അൺഫോർച്ചുനേറ്റ്ലി ബ്രിട്ടീഷ് ഗവൺമെന്റ് അലൗഡ് അംബേദ്കർ ഡിമാൻഡ്, ആ ഡിമാൻഡ് അംഗീകരിച്ചു. സോ ഗാന്ധിയുടെ ഒരു പോളിസിക്ക് എതിരായിരുന്നു അത്. കാരണം ഗാന്ധി he believed that the separate electorate system would slow down the process of the integration into society. അത് ഓൾറെഡി ഇപ്പോൾ അവർ സൊസൈറ്റിയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന ആളുകളാണ് ദളിറ്റ്സ്. അപ്പോൾ ഇങ്ങനെ അവർക്ക് വീണ്ടും സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഒക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ അത് ശരിക്കും അവരെ സൊസൈറ്റിയിൽ നിന്ന് വീണ്ടും മാറ്റി നിർത്തുന്ന പോലെയാണെന്നാണ് ഗാന്ധിക്ക് ഫെൽറ്റ് ചെയ്തത്. സോ ഹി വാസ് എഗെയിൻസ്റ്റ് ദി സിസ്റ്റം ഓഫ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. ബട്ട് എനിഹൗ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗീവ് പെർമിഷൻ. അതുകൊണ്ട് തന്നെ ഗാന്ധി ഒരു മരണം വരെ ഒരു ഫാസ്റ്റ് ആൻഡ് ടു ഡെത്ത്, മരണം വരെ നിരാഹാരം അടിക്കാനുള്ള ഒരു സത്യാഗ്രഹം ഗാന്ധിജി ആരംഭിച്ചു. എല്ലാം കാരണം ഈ അംബേദ്കറിന്റെ ഡിമാൻഡാണ്. ഈ ഡിമാൻഡ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ ദളിറ്റ്സ്. വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? Ambedkar ultimately accepted Gandhiji's position and the result was the Pune Pact of September 1930. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേമാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം സെപ്റ്റംബർ 1932 ഗാന്ധിജിയും അംബേദ്കറും ദേ സൈൻഡ് ഇൻ എ പാക്ട് ഓർ എൻ എഗ്രിമെന്റ്. ഇറ്റ് ഈസ് നോൺ ആസ് പൂന പാക്ട്. കാരണം പൂനെയിൽ വെച്ചായിരുന്നു എഗ്രിമെന്റ് സൈൻ ചെയ്ത് അല്ലെങ്കിൽ പാക്ട് സൈൻ ചെയ്ത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് പൂന പാക്ട്. എന്തായിരുന്നു ഈ പൂന പാക്ടിന്റെ കണ്ടന്റ്? ഇറ്റ് ഗേവ് ദ ഡിപ്രസ്ഡ് ക്ലാസ് റിസർവ്ഡ് സീറ്റ് ഇൻ പ്രൊവിൻഷ്യൽ ആൻഡ് സെൻട്രൽ ലെജിസ്ലേച്ചർ കൗൺസിൽ, ബട്ട് ദേ വർ ടു ബി വോട്ടഡ് ഇൻ ബൈ ദി ജനറൽ ഇലക്ടറേറ്റ്. ഇതായിരുന്നു അതിൻ്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് മുമ്പ് അംബേദ്കർ പറഞ്ഞ അവർക്ക് ഇലക്ട്രേറ്റ് തന്നെ സെപ്പറേറ്റ് വേണമെന്നാണ്. എന്നാൽ ഗാന്ധി പറഞ്ഞ അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് അവർക്ക് മാത്രം ഒരു സെപ്പറേറ്റ് പ്ലേസ് ഇലക്ട്രേറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ബട്ട് അവർക്ക് വേണമെങ്കിൽ നമുക്ക് റിസർവ്ഡ് സീറ്റ് കൊടുക്കാം. നമുക്കറിയാലോ, ഇന്ന് ഇന്ത്യയിലൊക്കെ ഉള്ള സിസ്റ്റമാണ്. ഇതുപോലുള്ള SC ST പീപ്പിൾ അതുപോലെ പലർക്കും ഒരുപാട് സീറ്റ് റിസർവേഷൻ കാണാൻ പറ്റും. അപ്പോൾ ഗാന്ധിജി ഫൈനലി അതിനുമായിട്ടാണ് എഗ്രി ചെയ്തത്. എങ്ങനെ ഇവർക്ക് ഒരിക്കലും ജനറൽ ഇലക്ട്രേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, പകരം റിസർവ്ഡ് സീറ്റ് കൊടുക്കാം. അങ്ങനെ രണ്ടുപേരും അത് അംഗീകരിക്കുകയും. സോ ഇതായിരുന്നു പൂനെ പാക്ടിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഗാന്ധിജി ആ ഫാസ്റ്റിംഗ് അവസാനിപ്പിച്ചു.
because they signed in Pune Pact. അപ്പോൾ കുറച്ച് കാലമെങ്കിലും ദളിറ്റ്സ്, നമ്മുടെ പോയിന്റ് ഇതായിരുന്നു, ദളിറ്റ്സ് അംബേദ്കർ ഡിമാൻഡഡ് എ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ ദളിറ്റ്സ്. അപ്പോൾ കുറച്ച് കാലമെങ്കിലും ദളിറ്റ്സ് ഈ CDM പങ്കെടുക്കാതെ മാറി നിന്നിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ ഫെയിലിയറിനൊരു റീസൺ ആയിരുന്നു. ഇനി തേർഡ് മെയിൻ റീസൺ, ആഫ്റ്റർ ദി ഡിക്ലൈൻ ഓഫ് ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, എ ലാർജ് സെക്ഷൻ ഓഫ് മുസ്ലിംസ് now felt alienated from the Congress, so their participation was less. നമുക്കറിയാം, തുടക്കത്തിൽ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസിന്, ഖിലാഫത്ത് മൂവ്മെൻറ്റും അതുപോലെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും. പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് അവർ, നിങ്ങൾക്കറിയാലോ, വിഡ്രോ ചെയ്തു. പല കാരണം കൊണ്ട് പെട്ടെന്ന് അത് കോൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഖിലാഫത്ത് മൂവ്മെൻ്റ് ഒക്കെ പെട്ടെന്ന് നിന്ന് പോയപ്പോൾ അത് മുസ്ലിംസിന് കുറച്ചൊരു അത് ഫെൽറ്റ് ചെയ്തു. ദേ ഫെൽറ്റ് അലീനേറ്റഡ്. അവർക്ക് തോന്നി കോൺഗ്രസ് ഇവർ ഒറ്റപ്പെടുത്തുകയാണോ എന്ന് തോന്നി. അതാണ് വേർഡ് മീനിങ് അലീനേറ്റഡ്. അത് കാരണം പലപ്പോഴും ഈ CDM മുസ്ലിംസിൻ്റെ ഭാഗത്തുനിന്നുള്ള പാർട്ടിസിപ്പേഷൻ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതും ഒരു റീസണാണ് CDM ഫെയിലിയർ എന്നുള്ളത്. നെക്സ്റ്റ് റീസൺ, ഫ്രം ദി മിഡ് ഓഫ് 1920s, ദി കോൺഗ്രസ് കെയിം ടു ബി മോർ വിസിബിളി അസോസിയേറ്റഡ് വിത്ത് ഓപ്പൺലി ഹിന്ദു റിലീജിയസ് ഗ്രൂപ്പ്സ് ലൈക്ക് ഹിന്ദു മഹാസഭ. നമുക്കറിയാം, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സെക്യുലർ അസോസിയേഷനാണ്. അവർക്ക് പ്രത്യേകിച്ച് റിലീജിയനുമായിട്ട് ഒരു കണക്ഷനൊന്നുമില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 1920s മിഡ് ആയപ്പോഴേക്കും കോൺഗ്രസ് കുറച്ചുകൂടെ ചില ഹിന്ദു റിലീജിയസ് ഗ്രൂപ്പുമായിട്ട് കുറച്ച് അടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല, മറ്റ് റിലീജിയസ് ഗ്രൂപ്പിന് അത്ര ഇഷ്ടമായിക്കൊള്ളുന്നില്ല. കാരണം കോൺഗ്രസ് ഈസ് സപ്പോസ് ടു ബി എ സെക്യുലർ പാർട്ടി ഓർ സെക്യുലർ അസോസിയേഷൻ. അപ്പോൾ ഇവർ ഈ ഹിന്ദു ഗ്രൂപ്പുമായിട്ട് കുറച്ച് അടുത്തപ്പോൾ ക്വൈറ്റ് നാച്ചുറലി മറ്റ് റിലീജിയസ് ഗ്രൂപ്പിൻ്റെ പാർട്ടിസിപ്പേഷൻ കോൺഗ്രസുമായിട്ട് കുറഞ്ഞു. കോൺഗ്രസുമായിട്ട് കുറഞ്ഞു പറയുമ്പോൾ അതിനർത്ഥം CDM അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതും ഒരു റീസണാണ്. കോൺഗ്രസ് മറ്റ് എസ്പെഷ്യലി ഹിന്ദു റിലീജിയസ് ഗ്രൂപ്പുമായിട്ട് കുറച്ച് അടുത്തപ്പോൾ അതും മറ്റ് ഗ്രൂപ്പിൻ്റെ CDM പാർട്ടിസിപ്പേഷൻ കുറയാൻ കാരണമായി. ഇനി ലാസ്റ്റ് പോയിന്റാണ്, ഡിമാൻഡ് ഓഫ് മുസ്ലിംസ് ഫോർ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. നമ്മൾ നേരത്തെ കണ്ടു, അംബേദ്കർ ആൾസോ ഡിമാൻഡ് ദ സെയിം. അംബേദ്കർ ദളിറ്റ്സിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ലേറ്റർ അത് സോൾവ് ചെയ്തു. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ സം മുസ്ലിം ആൾസോ സ്റ്റാർട്ടഡ് ഡിമാൻഡ് ഫോർ സം സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. അതിൻ്റെ ഒരു മെയിൻ ലീഡർ എന്ന് പറയുന്നത് നമുക്കറിയാം, മുഹമ്മദ് അലി ജിന്ന പോലുള്ള ആളുകളായിരുന്നു. അപ്പോൾ ഇതും കുറച്ച് ഒരു ടെൻഷനൊക്കെ ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എമംഗ് അതർ റിലീജിയസ് ഗ്രൂപ്പ്. അപ്പോൾ ഇതും ഒരു റീസണാണ്. സോ ഇൻ ഷോർട്ട്, ദീസ് ആർ ദ 5 മേജർ റീസൺ ഫോർ ദി ഫെയിലിയർ ഓഫ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. മറ്റു രീതിയിലും ചോദിക്കാം, വാട്ട് വർ ദ ലിമിറ്റേഷൻസ് ഓഫ് CDM. താങ്ക്സ് ഫോർ വാച്ചിങ്. ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.